കുഴപ്പമില്ല, കൊള്ളാം. പടം കൊള്ളാം. കുഴപ്പമില്ല. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫിനെ കാട്ടി സെക്കൻഡ് ഹാഫാണ് കുറച്ച് കൊള്ളാം. അല്ല, കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പടങ്ങളിൽ വന്നിട്ടുള്ള ക്ലിഷേ പോലെ കുഴപ്പമില്ല, കണ്ടിരിക്കാത്ത. അസീസ് നെടുമങ്ങാട് ദിലീപേട്ടനും കലക്കി. അസീസ് ഓഗ്രാൻ ദിലീപേട്ടൻ്റെ അഭിനയ അവാർഡ് കൊടുക്കേണ്ടവിടെ. സൂപ്പർ ഉണ്ട്, നല്ല സിനിമ. ദിലീപേട്ടൻ്റെ തിരിച്ചു വരവ് നല്ല സിനിമയാണ്. ഒരു വേറിട്ട അഭിനയം തന്നെയാണ്. ഇതുവരെയുള്ള കോമഡി തന്നെയല്ല, ഒരു വെറൈറ്റി നല്ലൊരു കഥ. ആ നടന്ന സംഭവം ആസ്പദമാക്കി നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തം തന്നെ. കുഴപ്പമില്ല, നല്ല പടം. വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. കൊള്ളാം, നല്ല കൊള്ളാം. സൂപ്പർ. ഇഷ്ടം കൊള്ളാം. സൂപ്പർ. കുഴപ്പമില്ല. ആവറേജ് ചേച്ചി. ഫസ്റ്റ് ഹാഫ് ബോറാ, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. വ്യത്യസ്തമായ കാരണമാണ്, കുഴപ്പമില്ല. നല്ല കാരണമാണ്. ഇതുവരെ വേറെ സിനിമയിൽ അങ്ങനെ കാണത്തില്ലത്. ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഇമോഷണൽ. സിനിമ കൊള്ളാം, കുഴപ്പമില്ല. മേക്കിംഗ് പൊളി, ക്യാമറ എഫക്റ്റ് ഒക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കൊള്ളാം. വെറൈറ്റി ആയിരുന്നു. ഇമോഷണൽ സീനാണ്. അതെ, ഏകദേശം ഒപ്പിച്ചു. നല്ല ഫൈറ്റ് സീനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ ഇതിലുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു പടം. ഒരു എന്താ പറയുക, ഒരു എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒട്ടും എന്നെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ ഒട്ടും കണക്ട് ചെയ്തില്ല സിനിമയിൽ. ആകെ ഉടനീളം ഒരു വളരെ നാടകീയമായ സംഭാഷണങ്ങളും അതിനകത്ത് ഒരു അഭിനയ മുഹൂർത്തങ്ങളുമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ പോലും നമ്മൾ കേരളത്തിൽ നടന്ന ഒരു സംഭവം, അത് ഒത്തിരി നമ്മൾ കേട്ട സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരത, അതിനൊരു ഭീകരത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെയല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഉദ്ദേശിച്ചത്. അത്രയും ഭീകരമായിട്ടൊരു സംഭവം. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്കത് എവിടെയെങ്കിലും കണക്ട് ചെയ്യണമല്ലോ. അങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് തോന്നിയില്ല എനിക്ക് വ്യക്തിപരമായിട്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, സംഭാഷണങ്ങൾ നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു സംഭാഷണം എഴുതി വെച്ചാൽ അതിനനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പം ചില സിനിമകൾ നമ്മൾ റിവ്യൂവേഴ്സ് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് സിനിമയിൽ എന്തെങ്കിലും വേണ്ട, നമ്മൾ എന്തെങ്കിലും പറയാൻ വേണ്ട. പുള്ളിയുടെ രീതിയിൽ കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഒന്നും ഔട്ട്കം ഒന്നും വന്നിട്ടില്ല അതിനകത്ത്. ഔട്ട്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ഇതിൻ്റെ സംഭാഷണങ്ങൾ വളരെ മോശം സംഭാഷണങ്ങളായിരുന്നു. പിന്നെ കഥ നമുക്ക്, അതായത് നമ്മൾ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ ഒരാളുടെ പെർസ്പെക്റ്റീവ്, അതായത് നമ്മളൊരു സാങ്കല്പികമായ ഒരു കഥാപാത്രം ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി ബേസ് ചെയ്തിട്ട് ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പറ്റി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എന്ത് പറ്റി എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് കൂടുതലും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് മാത്രമാണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇൻ്റർവ്യൂവിൽ വരുമ്പോഴെങ്കിലും ഈ ഒരു മെയിൻ സംഭവത്തിനെ കുറിച്ചാണെങ്കിൽ അതിനുശേഷമുള്ള രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി മാറ്റങ്ങളോ അല്ലെങ്കിൽ കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമാണ്. പക്ഷേ ഇത് അങ്ങനെയൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇത് ജസ്റ്റ് ഒരു ലൂസ് പ്ലോട്ട്, വളരെ ഒരു ആവറേജ്. പിന്നെ ഈ സംവിധായകൻ എന്ത് പറ്റി, കാരണം ഇദ്ദേഹത്തിന് ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ ഉടൽ എന്നൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും ചോദിച്ചപ്പോഴത്തേക്കും വളരെ നല്ലൊരു അഭിപ്രായമാണ് ആ സിനിമയ്ക്ക് കിട്ടി. പക്ഷേ ഈ സിനിമയ്ക്ക് എന്ത് പറ്റിയത് അറിയത്തില്ല. പിന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒത്തിരി നടന്മാർ ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാവരും ഓവറായിട്ടുള്ളൊരു എക്സ്പ്രഷനും പിന്നെ ഞെട്ടി നിൽക്കുക, അങ്ങനെയൊക്കെ കാണിക്കുക, ഇങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇട്ട് പോയത്. എന്തോ പറ്റിപ്പോയി. പിന്നെ എടുത്തു പറയേണ്ടത് പ്രണീത സുഭാഷ് എന്ന നടി. അപ്പം പുള്ളിക്കാരിയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടിയാണ്. പക്ഷേ പല സീനുകളിലും പുള്ളിക്കാരത്തിയുടെ പുള്ളിക്കാരത്തി ചെയ്തു വെച്ചിരിക്കുന്നത് സിങ്ക് ആവുന്നില്ലായിരുന്നു. ഒരു സോങ് എനിക്ക് തങ്കമണി എന്നുള്ളൊരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് നന്നായിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇത് യഥാർത്ഥ സംഭവമാണ്, ഇങ്ങനൊരു സ്ഥലമുണ്ട്, അതിനെക്കുറിച്ച് ബേസ് ചെയ്തുള്ളൊരു പാട്ടായതുകൊണ്ട് എനിക്ക് ആ പാട്ട് മാത്രം എനിക്ക് കണക്റ്റായി.